സോ ഗൈസ്, ഇതാണ് നമ്മളൊരു MJ-Xൻ്റെ 1/12 സ്കെയിലുള്ളൊരു RC കാറിൻ്റെ ഷാസി വന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് RC കാർ മേടിക്കുന്നുണ്ട്. അവർ അത് കുറേ എൻജോയ് ചെയ്യുന്നുണ്ട്. പണ്ടത്തൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് RC കാർ നമ്മൾ ബൈ ചെയ്യണം. നമ്മൾ വീഡിയോസിലും എല്ലാത്തിലും കാണാം. ഒരുപാട് RC കാർ വീഡിയോസ്, നല്ല നല്ല വീഡിയോസൊക്കെ പോരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഇപ്പോൾ തന്നെ MJ-Xൽ 2 മോഡലുണ്ട്. ഒന്ന് ബ്രോങ്കോയും പിന്നെ ഒന്ന് വ്രാംഗ്ലറുമാണ്. സോ ഇപ്പോൾ രണ്ടും അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന 2 മോഡലാണ്. കുറേ നാളായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മോഡലാണ് ഈ രണ്ടും. അപ്പോൾ ഇതിനകത്ത് ഏതാണ് മേടിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് മേടിച്ചാലാണ് നല്ലതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. സോ എന്താണ് ഇതിൻ്റെ വ്യത്യാസം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതാണ് MJ-Xൻ്റെ ബ്രോങ്കോ വന്നത് 1/12 സ്കെയിൽ. അതേപോലെ തന്നെ ഇതാണ് MJ-Xൻ്റെ വ്രാംഗ്ലർ തന്നെ, സെയിം 1/12 സ്കെയിൽ. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ, ഇത് രണ്ടും ഒരമ്മ പെറ്റ മക്കൾ തന്നെയാണ്. സെയിം ഈ പറഞ്ഞ പോലെ രണ്ടും വന്നത് ഒരേ ഷാസിയാണ് വന്നത്, ഒരേ ചേസിൽ വന്ന സാധനങ്ങളാണ് രണ്ടും. വേറെ വ്യത്യാസം എന്ന് പറയാൻ ഉള്ളത് ഇതിൻ്റെ ബോഡിയാണ്. ഇതിൻ്റെ ബോഡി തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ് ഇതിനായിട്ട് മെയിനായിട്ട് വ്യത്യാസമായിട്ട് പറയുന്നുള്ളൂ. ഒന്ന് ബ്രോങ്കോന് ഒരു വേറെ മോഡൽ ബോഡിയാണ്, പ്ലസ് വ്രാംഗ്ലർ വരുമ്പോൾ നമ്മുടെ ജീപ്പ് ടൈപ്പ് ബോഡിയാണ് വന്നത്. അതാണ് മെയിനായിട്ട് വ്യത്യാസം. ബാക്കി വന്ന ടയർ, സസ്പെൻഷൻ, സ്റ്റിയറിംഗ് സെർവോ, ബ്രഷ്ലെസ് മോട്ടർ, ഫാന്, നമ്മുടെ യൂണിറ്റ്, ബാറ്ററി, ഈവൻ ഈ പാർട്സ് എല്ലാം അലൂമിനിയാണ് വന്നത്. നമ്മുടെ ബാക്കി ഷാസി വന്നത് അലൂമിനിയാണ്. ബാക്കി എല്ലാ പാർട്ടും സെയിമാണ്, സെയിം ടു സെയിം. പിന്നെ ചെറിയ വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബമ്പറിൻ്റെ ഈ ഒരു പോർഷൻ ഇത് കണക്ട് ചെയ്യേണ്ട ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ അതൊരു മേജർ വ്യത്യാസമല്ല, അത് ജസ്റ്റ് ആ ബോഡിക്ക് രീതിയിലൊന്ന് മാച്ചാക്കി എടുത്തു എന്നുള്ളൂ. അതാണ് ഈ MJ-X ബ്രോങ്കോയും വ്രാംഗ്ലറും തമ്മിൽ തന്നെ വ്യത്യാസം എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഏതാണ് എടുക്കേണ്ടത്, നമുക്ക് ഏതാണ് വേണ്ടത്, നമുക്ക് ഏതാണ് എടുക്കേണ്ടത് എന്ന ഒരു ചോദ്യമുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ MJ-X ബ്രോങ്കോ എന്ന് പറഞ്ഞൊരു മോഡൽ വരികയാണെങ്കിൽ അത് ആ വണ്ടി ഇത്രയും അടിപൊളിയായിട്ട് കമ്പനി തന്നെ ഇറക്കി വരുന്നൊരു ക്രോളർ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ റേഞ്ചിൽ വന്നൊരു വണ്ടി ഇത്രയും ഭംഗി അടിപൊളിയായിട്ട്, അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോകുന്നൊരു വണ്ടിയാണ് MJ-Xൻ്റെ ബ്രോങ്കോ മോഡൽ വന്നത്. അതാണ് അതിൻ്റെ കളർ വൈസും അതിൻ്റെ ഡിസൈനും. ഇതാണ് ബ്രോങ്കോ വന്നത്. ഇതിൻ്റെ കളറും ഈ ഒരു പാറ്റേണും ഡിസൈനും എല്ലാം വേറെ ഒന്നും ചെയ്യണ്ടേ, വണ്ടിയിൽ എടുക്കുക, നേരെ ഓടിക്കുക, ഒറ്റ പരിപാടി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇതിൻ്റെ ലൈറ്റിംഗ് ആണെങ്കിലും ഈവൻ ഓവറോൾ ഈ കളറാണ് ഇതിൻ്റെ ഈ ഡിസൈനും പിന്നെ ഒരു മാസീവ് ലുക്കുമാണ് ഇത്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കാം, വേണമെങ്കിൽ എടുത്ത് നമുക്ക് കുറേ മോഡിഫിക്കേഷൻ ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യാം നമുക്ക് ഈ RC കാറിൽ. പക്ഷേ എടുത്ത് നേരെ ഓടിച്ച് ഒന്ന് ഇതാക്കാനാണെങ്കിൽ നമുക്ക് MJ-Xൻ്റെ ബ്രോങ്കോ ഈ ഒരു മോഡൽ എടുക്കാം. വേറൊന്നും ചെയ്യേണ്ട ഇതിനകത്ത്. ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഓൾറെഡി നല്ല ലുക്കിലാണ് തന്നെ. നമ്മൾ എന്ത് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഇതിലേക്ക് ആഡ് ചെയ്താലും ഈ വണ്ടിയുടെ ലുക്ക് കുറഞ്ഞു പോകണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാരണം ഈ വണ്ടി ഓൾറെഡി ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യാൻ നേരത്ത് വണ്ടിയുടെ ഒരു ഭംഗിയിൽ എന്തോ ചെറിയൊരു കുറവ് വന്ന പോലെ തോന്നാറുണ്ട്. ഞാൻ ഒരുപാട് കുറേ ഫിറ്റിങ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്രോങ്കോയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ എന്ത് ഫിറ്റ് ചെയ്തിട്ടും ആ ഒരു ലുക്കത് ഈ വണ്ടിയുടെ ലുക്കിൻ്റെ പുറത്തേക്ക് അത് വന്നില്ല. സോ ഞാനതെല്ലാം ഉപേക്ഷിച്ച് ഇതിങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതൊരു ക്രോളറാണ്, ഇതിൻ്റെ ബോഡി നല്ല അടിപൊളിയാണ്. പക്ഷെ നമ്മൾ ഒരു ഓഫ് റോഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല പോറലും പരുക്കുകളൊക്കെ പറ്റും. അതൊക്കെ പെട്ടെന്ന് എടുത്ത് കാണിക്കും ഈ ഒരു ബോഡിയിൽ. അതാണ് ഇതിൻ്റെ അടുത്തൊരു കുഴപ്പമെന്ന് പറയാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എടുത്ത് അങ്ങോട്ട് ഓടിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണെങ്കിൽ ബ്രോങ്കോ ബെസ്റ്റാണ്, വേറെ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി മേടിക്കാം. ഇനി അതല്ല, ശരിക്കും ഒരു നമ്മളൊരു റഗഡ് ജീപ്പിൻ്റെ ഒരു ഫീല്, അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ജീപ്പിൻ്റെ ഒരു ഫീല് കറക്റ്റായിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു ഫീലിലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്രാംഗ്ലറിൻ്റെ ബോഡി എടുക്കാം. കാര്യം ഇതാണ് വ്രാംഗ്ലറിൻ്റെ ബോഡി തന്നെ, ഭയങ്കര മിനിമൽ ബോഡിയാണ്, വേറെ കളറോ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒട്ടനവധി അപ്ഡേഷൻസ് ചെയ്യാം. നമുക്ക് എന്തൊക്കെ ചെയ്താലും ഈ വണ്ടിയുടെ ലുക്ക് കൂടത്തുള്ളൂ. ഒരുപാട് അപ്ഡേഷൻ ചെയ്യാം നമുക്ക്. ഈവൻ ബോഡിയിലാണെങ്കിലും പുറമെ പല കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് അപ്ഡേഷൻസ് ഇതിനകത്ത് ചെയ്യാം.
ഞാൻ പറഞ്ഞത് കോസ്മെറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കുറേ അപ്ഡേഷൻ, സ്റ്റിക്കർ വർക്ക്, ഇതിൻ്റെ ബോഡി പാനലുകൾ, സൈഡ് സ്കേട്ടിങ്, അങ്ങനെ ഇപ്പോൾ ലൈറ്റ് ചെയ്യാം, സ്നോർക്കൽ ചെയ്യാം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ചെയ്യാം. എന്ത് ചെയ്താലും ഈ വണ്ടിക്ക് ഒരു അടിപൊളി ലുക്കാണ് തരുള്ളൂ. ഓവറോളായിട്ട് അതിൻ്റെ ഭംഗി കൂട്ടത്തുള്ളൂ, ഒരിക്കലും കുറയ്ക്കില്ല. സോ അപ്പോൾ മനസ്സിലായല്ലോ ഇപ്പോൾ എങ്ങനെ ഏത് രീതിയിലുള്ളൊരു വണ്ടിയാണ് എടുക്കേണ്ടത് എന്ന്. അപ്പം നമുക്ക് എടുത്ത് നല്ലോണം പണിത് നമ്മുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യാനുള്ള ഒരാൾക്കാണെങ്കിൽ ഈ വ്രാംഗ്ലർ മോഡൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി ഓൾവേസ് എല്ലാം സെയിമാണ്. ഈ ഒരു റേഞ്ചിൽ കിട്ടണ അടിപൊളി വണ്ടികൾ എനിക്ക് തോന്നുന്നില്ല വേറെ വണ്ടി ഉണ്ടോയെന്ന്, ഈ റേഞ്ചിൽ ഇത്രയും അടിപൊളിയായിട്ട് ക്രോൾ ചെയ്യണ ഒരു വണ്ടി. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് മേടിക്കുക. ഇതാണെങ്കിൽ നമുക്ക് ഒരുപാട് പണിയാം, മറ്റത് പണിയേണ്ട കാര്യമൊന്നുമില്ല, എടുക്കുക ഓടിക്കാം. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഒരുപാട് നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് ഒരുപാട് ഇതിനകത്തേക്ക് കയറ്റാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും നോക്കുക, മേടിക്കുക, എല്ലാവരും RC കാറൊക്കെ മേടിക്കുക, അടിപൊളിയാക്കുക.